ഉണ്ണി അമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന പടമാണ് നടനസിംഹം ബാലകൃഷ്ണ അഭിനയിച്ച പരമവീര ചക്രം. ഈ സിനിമയിൽ നമ്മുടെ ഗാരു ഒരു നടനാണ്. ഗാരുവിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പടത്തിൽ ഗാരു രാവണനായിട്ടാണ് അഭിനയിക്കുന്നത്. ഗാരുവിന്റെ രാവണനായിട്ടുള്ള ഓവർ ആക്ടിങ് കണ്ടിട്ട് ക്യാമറമാനും ഡയറക്ടറും ഒക്കെ എന്റെ കൈയടിക്കും. പക്ഷെ നമ്മുടെ ഗാരുവിന്റെ അമ്മയ്ക്ക് ഗാരുവിനെ ഒരു നടനാക്കണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായില്ല. ഗാരുവിനെ ഒരു മിലിറ്ററി ഓഫീസർ ആക്കണമെന്നായിരുന്നു ഗാരുവിന്റെ അമ്മയുടെ ആഗ്രഹം. ഷഷ്ടിപൂർത്തി തികഞ്ഞ നമ്മുടെ ഗാരുവിന് 18 തികയാത്തൊരു നായികയുണ്ട്. അവളാണെങ്കിൽ ലോക വെടല. ഒരിക്കൽ ഗാരു സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് ഗാരുവിന് കയറി ഉമ്മ എടി ഒരുമ്പട്ടവളെ, ആ വയസ്സായ മനുഷ്യനെ നീ കയറി ഉമ്മ വെച്ചിട്ട് ആ മനുഷ്യനെ പിടിച്ച് പോക്സോ കേസിൽ അകത്തിട്ടാ നീ ഉത്തരവാദിത്തം പറയൂ? നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിക്കാതെ മോന്തിക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്. ഇവളുടെ ചില നേരത്തെ കാട്ടായ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ഛർദിക്കാൻ വരും. ഇതൊന്നുമല്ല ഇവളുടെ കാട്ടയം. ഗാരു ഇല്ലാത്ത സമയത്ത് ഗാരുവിന്റെ കുളിമുറി കയറി കുളിക്കുക. ഇതൊന്നും കൂടാണ്ട് ഗാരുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇവള് കോക്കറി കാണിക്കും. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? ഇതിന്റെ ഇടയ്ക്കാണ് ആന്ധ്രയിലുള്ള മേജർ രവി ഗാരുവിന്റെ അടുത്ത് കഥ പറയാനായിട്ട് വരുന്നത്. ഈ കഥയിൽ നമ്മുടെ ഗാരു ഒരു പട്ടാളക്കാരനാണ്. നാഷണൽ ആന്തം പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ട നമ്മുടെ ഗാരു കേന്ദ്രമന്ത്രിനെ കുനിച്ചെടുത്ത് കൂമിനടിക്കും. കേന്ദ്രമന്ത്രി ഫോൺ വിളിച്ചത് ഗാരുവിന് പ്രശ്നമാണ്. പക്ഷെ ഈ നാഷണൽ ആന്തം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗാരു മുഖം വെച്ച് കോക്കറി കാണിച്ചതിനെ ഒന്നും പ്രശ്നമില്ലേ? അതല്ലേലും അങ്ങനല്ലേ, ഗാരുവിന് അത് തോന്നിയ സ്വഭാവമല്ലോ. പട്ടാളം ഗാരു മിനിസ്റ്ററിനെ തല്ലിയെ കണ്ട നമ്മുടെ ഗാരുവിന്റെ ബോസ് പറയും പോയി മന്ത്രി അടുത്ത് സോറി പറയാൻ പോയ ഗാരു ദേശീയ പതാക തലകീഴായിട്ട് കെട്ടിത്തൂക്കിന്ന് പറഞ്ഞിട്ട് വീണ്ടും മന്ത്രിനെ തല്ലും. എന്തുവാടേ ഇത്, അയാളൊരു മന്ത്രി അല്ലേ, അയാളത് ചെണ്ടേ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ഗാരുവിന്റെ കൂട്ടുകാരന്റെ പെങ്ങടെ കല്യാണത്തിന് പോകും. നമ്മുടെ ഗാരു കല്യാണം കൂടാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇതേ കൂട്ടുകാരന്റെ പടത്തിൽ ചന്ദനത്തിരി ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് നമ്മുടെ ഗാരു കൂട്ടുകാരന്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, ഞാൻ മരിച്ചുപോയി എന്നിട്ട് ക്ലോസ് ആയ ഫ്രണ്ടാണ്. എങ്ങനെയാണ് എന്റെ ഫ്രണ്ട് ക്ലോസ് ആയെന്ന് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കും ഗാരു. കല്യാണത്തിന്റെ അന്ന് മസിലിന്റെ അസുഖമുള്ള മിനിസ്റ്ററിന്റെ മോൻ വന്ന് മോളെ തട്ടിക്കൊണ്ടുപോയി. തടയെ ചെന്ന മോനെ തല്ലിക്കൊന്നു. അതാണ് ഫ്ലാഷ് ബാക്ക്. ഈ കഥ കേട്ട ഉടനെ നമ്മുടെ ഗാരു കൂട്ടുകാരന്റെ പെങ്ങളെ രക്ഷിക്കാനായിട്ട് പോകും. ലവൻ അവിടെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഗാരു അവിടെ എത്തും. ഗാരു അവിടെ ചെന്നോടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് പേരെയും റൈറ്റ് സൈഡിൽ നിന്ന് കുറച്ച് പേരെ ഇടിച്ചു തെറിപ്പിക്കും. എന്നിട്ട് ഗാരു സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു വരും. ഇയാൾ ആ റെഡിങ്കനാ അല്ല ഗാരു ഇടത്തുനിന്ന് 10 പേരെയും വലത്തുനിന്ന് 10 പേരെയും ഇടിച്ചു തെറിപ്പിച്ചല്ലോ. എന്നിട്ട് ഗാരു ഫ്രണ്ടിൽ കൂടെ എങ്ങനെയാണ് നടന്നു വന്നത്? സോറി, ഞാനത് മറന്നുപോയി. ഇത് ബാലകൃഷ്ണന്റെ പടമാണ്. നോ ലോജിക്, ഒള്ളി മാജിക്. ഗാരു ഒരു സ്ഥലത്ത് വന്നാൽ എന്താ സംഭവിക്കുന്ന അറിയാലോ? അവിടുത്തെ ഗ്രാവിറ്റി മൊത്തമായിട്ട് നഷ്ടപ്പെടും. എന്തുവാടേ ഇതെന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാ? ഗാരു പെണ്ണിനെ രക്ഷിച്ച് നേരെ കല്യാണ ചെക്കന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് കല്യാണം കഴിക്കാൻ പറയും. അപ്പൊ ചെക്കൻ പറയും ഇവളുടെ പുറത്ത് ആ മസിലിന്റെ അസുഖമുള്ളവന്റെ വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന്, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറയും. ഇതുകൊണ്ട് നമ്മുടെ ഗാരു പെണ്ണിന്റെ അച്ഛൻ്റെ അടുത്ത് പറയും, വേണമെങ്കിൽ ഈ പെണ്ണിനെ ഞാൻ കെട്ടാന്ന്. ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ഈ തെറ്റിനുള്ള പരിഹാരമാവില്ലേ? അവളെ മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടും. എന്തിന്? ഇത് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവില്ല? പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടുന്നതല്ല ഹെൽപ്പ്. അങ്ങനെ കല്യാണപ്പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കും ഗൈസ്. അങ്ങനെ കിളവനായ ഗാരുവിന്റെ ഒരു പെണ്ണ്. ഗാരുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഗാരുവിന്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, റിലേഷൻഷിപ്പ് ഇൻ എ ഫാമിലി ഷുഡ് ബി ലൈക്ക് ഫിഷ് ആൻഡ് വാട്ടർ, നോട്ട് ലൈക്ക് ഫിഷ് ആൻഡ് ഫിഷർമാൻ. കല്യാണമൊക്കെ കഴിയുന്നതിനിടയ്ക്ക് നമ്മുടെ മസിൽ അസുഖമുള്ള മിനിസ്റ്ററിന്റെ മോൻ ഹോസ്പിറ്റലിൽ കിടന്ന് പടവും. മകൻ പടമായെന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഗാരുവിനെ തല്ലാനായിട്ട് ആള് വിടും. ഗാരു അവനെയും തല്ലും മിനിസ്റ്ററിനെയും തല്ലും. എന്നിട്ട് ഗാരു 5 ഡയലോഗ് അടിക്കും. നന്നു കൊടുത്തേ ചാവാലി, നേനു കൊടുത്തേ ചാവാലി. അതായത് എന്നെ അടിച്ചാലും ചാവും, ഞാൻ അടിച്ചാലും ചാവും. ആന്ധ്ര മേജർ ഇവിടെ ഈ കഥയൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗാരുവിനെ ആകെ ഭ്രാന്താവും. അപ്പൊ നമ്മുടെ ഗാരുവിനെ ഷോർട്ട് അടി എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ഒന്ന് വിളിച്ചിട്ട് പോകും. എന്നിട്ട് ക്യാമറ ഓണക്കി അഭിനയിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഗാരു പറയും, നന്നു കൊടുത്തേ ചാവാലി, നേനു കൊടുത്തേ ചാവാലി എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് തെറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. నన్ను కొడితే చావాలి, నేను కొడితే చావాలి, నన్ను కొడితే చావాలి, నేను కొడితే చావాలి. నన్ను కొడితే చావాలి, నేను కొడితే చావాలి. ബാക്കി കഥ പറയാനായിട്ട് നമ്മുടെ ഗാരുവിനെ കൊണ്ട് മേജർ രവി ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതേ വേറൊരു കാര്യം മുഖത്ത് മൈലാഞ്ചൊക്കെ തേച്ച് അവിടെ കിടക്കണു. അപ്പോഴാണ് ഗാരുവിന് മനസ്സിലാവുന്നത് ഈ മേജർ രവി പറഞ്ഞ കഥയൊക്കെ റിയൽ ആണ്. ഈ പട്ടാളംകാരുവിന്റെ കഥയെന്ന് പറഞ്ഞിട്ട് ഗാരുവിന്റെ അടുത്ത് പറഞ്ഞത്. നമ്മുടെ പട്ടാളംകാര് കോമയിലാണ്. ഈ കാര് കോമയിലായതിന് പിന്നിൽ വലിയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. നമ്മുടെ പട്ടാളംകാര് ഒരു തീവ്രവാദിനെ പിടിച്ചിട്ടുണ്ടാവും. ആ തീവ്രവാദി ജയിലിൽ കിടന്ന് അലമ്പുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ പട്ടാളംകാരെ വന്നിട്ട് അവന്റെ സാമാൻസെ ഹട്ടോ ചെയ്യും.
അയാളുടെ പയറുമണി പോയിന്ന്. പട്ടാളങ്കാരും അവനെ തല്ലിയത് പിടിച്ചതൊക്കെ അവൻ സഹിക്കും. പക്ഷെ സാമാന്യത്തിൽ ചവിട്ടിയ കാര്യം അത് അവൻ ഒരിക്കലും ക്ഷമിക്കൂല. അതിനുവേണ്ടി അവൻ പ്രതികാരം ചെയ്താണ് ബാക്കി കഥ. അതിന്റെ ഇടയ്ക്കാണ് കുറച്ച് തീവ്രവാദികൾ ചേർന്ന് മന്ത്രിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. മന്ത്രി വിട്ടുകിട്ടണമെങ്കിൽ സാമാന്യ ഹട്ട് ചെയ്ത തീവ്രവാദിനെ വിട്ടുതരണമെന്ന് ഇവന്മാര് പറയും. പക്ഷെ നമ്മുടെ പട്ടാളങ്കാരും അതിന് സമ്മതിക്കില്ല. പുള്ളിയും കുറച്ച് പട്ടാളക്കാരുമായിട്ട് മന്ത്രിനെ രക്ഷിക്കാൻ പോകും. ഗാരു ആദ്യം വിദഗ്ധമായിട്ട് നമ്മുടെ തീവ്രവാദികളുടെ മന്ത്രിനെ രക്ഷിക്കും, മോളെ രക്ഷിക്കും. എന്നിട്ട് അവിടെയുള്ള തീവ്രവാദികളെ മൊത്തം വെടിവെച്ചും കൊല്ലും. ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മുടെ കേന്ദ്രമന്ത്രി തീവ്രവാദിയുടെ ആളാണ്. ഇതെല്ലാം അവരുടെ സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. പക്ഷെ ഇതൊന്നും ആ തിരുമണ്ടം ഗാരുവിനും മനസ്സിലായില്ല. അതുപോലെ തന്നെ മന്ത്രിയുടെ മകള് അയാളുടെ മകളല്ല, അവളൊരു തീവ്രവാദിയാണ്. അതും ഈ മണ്ടൻ ഗാരുവിനും മനസ്സിലായില്ല. ഇയാള് ശരിക്കും പട്ടാളക്കാരനാണ്, അതാ സ്ക്രാച്ച് ആൻഡ് വിൻ വഴി പട്ടാളത്തിൽ ചേർന്നതാണ്. ഈ ലേഡി തീവ്രവാദി ഗാരുവിന് നന്ദി പറയാനെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരും ഗാരുവിന്റെ. എന്നിട്ട് ഗാരുവിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സകല വിവരങ്ങളും ചോർത്തിയെടുത്ത് തീവ്രവാദിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നുള്ള വിവരം മനസ്സിലാക്കി പാകിസ്ഥാൻ തീവ്രവാദിനെ രക്ഷിക്കും. ഈ തീവ്രവാദിനെ കൊണ്ടുപോകുന്ന റൂട്ട് മാപ്പ് ഗാരുവിന് മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗാരു ഒരു ദേശദ്രോഹിയായിട്ട് പ്രഖ്യാപിക്കും. എന്നിട്ട് നമ്മുടെ ഗാരുവിനെ ജയിലിലിടും. എന്നിട്ട് ഈ രക്ഷപ്പെട്ടു പോയ തീവ്രവാദി ഗാരുവിനെ വിളിച്ചിട്ട് പറയും, ഞാൻ 2 സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട്, അതുകൂടാണ്ട് നിന്റെ കുടുംബത്തെ മൊത്തം കൊല്ലാനും പോകും. നിനക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും വരാം, ഇറ്റ്സ് യുവർ ചോയ്സ്. ഗാരു ഉടനെ പട്ടാളക്കാരുടെ ജയിലിൽ നിന്ന് ജയിലിൽ ചാടും. നമ്മുടെ പട്ടാളംകാർ ഒരു കർമ്മനിരതനായതുകൊണ്ട് ആദ്യം തന്നെ സ്കൂളിലെ പിള്ളേരെ രക്ഷിക്കാൻ പോകും. സ്കൂളിൽ കൊടിമരത്തിലാണ് ബോംബ് വെച്ചേക്കുന്നത്. ഗാരു ഉടനെ കൊടിമരത്തിലേക്ക് ചാടി വീഴും. ഈ ബോംബ് പൊട്ടിട്ട് നമ്മുടെ ഗാരു ചാവില്ല ഗൈസ്. കാരണം ബാലകൃഷ്ണ ഗാരുവാണ്. ഗാരു ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടും. ഇയാളുടെ അണ്ണാക്കിൽ ആറ്റം ബോംബ് ഇട്ട് പൊട്ടിച്ചാൽ ഇയാൾ ചാവുമെന്ന് എനിക്ക് തോന്നണില്ല. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഗാരു ഞൊണ്ടി വീട്ടിലെത്തുമ്പോഴത്തേക്ക് വീട്ടിലുള്ള സകലരെയും തീവ്രവാദി വെടിവെച്ച് കൊല്ലും. ഇതൊക്കെ കണ്ട് ഗാരു കോമയിലേക്ക് പോകും. ഈ ഗാരുവിന്റെ ഒരു ദുരന്തർ ഫ്രണ്ട് പാകിസ്ഥാനിൽ സ്പൈ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ പാകിസ്ഥാനി സ്പൈക്ക് നമ്മുടെ പട്ടാളംകാരനെ മാത്രമേ വിശ്വാസമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പട്ടാളംകാരന്റെ വേഷത്തിൽ ഈ നടൻകാരനെ പറഞ്ഞുവിട്ട് ഡീറ്റെയിൽസ് എടുക്കാനാണ് ഗാരുവിനെ ഇപ്പൊ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നടൻകാര് ഇത് കേട്ട ഉടനെ കോരി തരിക്കും. ഗാരു പറയും, ഐ ആം റെഡി. ഗാരു ദുരന്തർ സ്പൈയുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ദുരന്തറിനെ ആരോ വെടിവെച്ച് കൊല്ലും. അപ്പോഴാണ് പട്ടാളംകാരനെല്ലാം മനസ്സിലാവുന്നത് ഇതിനെല്ലാം പിന്നിൽ പട്ടാളത്തിലെ ആ സീനിയർ ഓഫീസർ ആണെന്ന്. എന്നിട്ട് നമ്മുടെ ഗാരു നേരെ ക്ലൈമാക്സ് നടന്ന സ്ഥലത്തേക്ക് ഗാരു എന്നിട്ട് പാകിസ്ഥാൻ തീവ്രവാദിനെ കുത്തിക്കൊല്ലും. മന്ത്രിനെ സീനിയർ ഓഫീസറിനെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ പടം കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.